ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. 10ാം തരം പ്രാഥമിക പരീക്ഷ ലക്ഷ്യം വെച്ച് നമ്മുടെ ചാനലിൽ നടക്കുന്ന സ്മാർട്ട് റിവിഷൻ പ്ലാനിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൻ്റെ വീഡിയോ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ റിവിഷനായിട്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രം ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. 10 മാർക്കാണ് നമുക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിന്. ഇതിൽ PSC ആവർത്തിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഹിമാലയൻ നദികൾ, ഉപദ്വീപിയൻ നദികൾ തുടങ്ങി ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളെല്ലാം കണക്റ്റഡായിട്ട് പഠിച്ച് പൂർണ്ണമാക്കുന്ന ഒരു റിവിഷൻ. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇന്ത്യൻ ഭൂമിശാസ്ത്രം കൂടിയാകുമ്പോൾ GK വിഭാഗത്തിൽ ഇനി കേരള നവോത്ഥാനം മാത്രമാണ് നമുക്ക് റിവിഷന് വേണ്ടി ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ത്യയുടെ സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലാണ്. ദക്ഷിണാർദ്ധഗോളവും ഉത്തരാർദ്ധഗോളവും. അതിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം. സ്ഥിരമായി ചോദിക്കുന്നതാണ് ഉത്തര അക്ഷാംശവും പൂർവ്വരേഖാംശവും. ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും, പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ ഉത്തര അക്ഷാംശവും പൂർവ്വരേഖാംശവും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആകെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 32,87,263. അതാണ് ഇന്ത്യയുടെ വിസ്തൃതി. ഇത് ലോകത്തിൻ്റെ വിസ്തൃതിയുടെ 2.42%. ലോകത്തിൻ്റെ ആകെ വിസ്തൃതി എടുത്താൽ അതിൽ 2.42% ഇന്ത്യയുടെ വിസ്തൃതി. ഇന്ത്യയുടെ ആകെ കര അതിർത്തിയുടെ ദൈർഘ്യം 15,200 കിലോമീറ്റർ. പിന്നെ ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 32-14, കിഴക്ക് പടിഞ്ഞാറ് വീതി 29-33. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളവും കിഴക്ക് പടിഞ്ഞാറ് നീളവും 32-14, 29-33. ദ്വീപസമൂഹങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം 11,098 കിലോമീറ്റർ. അപ്പോൾ കര അതിർത്തിയുടെ ദൈർഘ്യം 15,200, തീരപ്രദേശ ദൈർഘ്യം 11,098. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ഉത്തരായന രേഖ 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശം. ഉത്തരായന രേഖ 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശം. ഇത് ഇന്ത്യയെ 2 കാലാവസ്ഥാ മേഖലയായി തിരിക്കും. ഉത്തരായന രേഖയുടെ വടക്കു ഭാഗത്ത് മിതോഷ്ണ മേഖലയും തെക്കു ഭാഗത്ത് ഉഷ്ണമേഖലയുമായി സ്ഥിതി ചെയ്യും. അപ്പൊ രാജ്യത്തിന്റെ മധ്യഭാഗത്ത് കൂടിയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അടുത്ത PSC ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നതിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമേത്, കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനമേത്? 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ. മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ MGR. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്,
ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് മധ്യപ്രദേശിലൂടെയാണ്. ഏറ്റവും കുറഞ്ഞ ദൂരം രാജസ്ഥാൻ. ഇന്ത്യയുടെ മാനക രേഖാംശം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 82.5 അതായത് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ രേഖാംശം. അതാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിനടുത്തുള്ള മിർസാപൂരിലൂടെ കടന്നു പോകുന്നു. മാനക രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. പ്രദേശ് എല്ലാം കൂടെ ഓർക്കുക. ഛത്തീസ്ഗഡ്, ഒഡീഷ. ഈ 5 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് മാനക രേഖാംശം കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഉത്തരായന രേഖ 8 സംസ്ഥാനങ്ങൾ, മാനക രേഖാംശം 5 സംസ്ഥാനങ്ങൾ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇനി ഇന്ത്യയുടെ അതിരുകൾ. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞു. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖകൾ പറഞ്ഞു. ഇനിയാണ് ഇന്ത്യയുടെ അതിരുകൾ. വടക്ക് ഹിമാലയ പർവ്വതനിരകൾ. അതുമായി ചുറ്റപ്പെട്ട ഇന്ത്യ തെക്കോട്ട് വ്യാപിക്കുകയും ഉത്തരായന രേഖ എത്തുമ്പോൾ വീതി കുറഞ്ഞു വരികയും ചെയ്യും. കിഴക്ക് ബംഗാൾ ഉൾക്കടലിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായി ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീളുന്നു. അപ്പോ വടക്ക് ഹിമാലയം, കിഴക്ക് ബംഗാൾ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. ഇതാണ് ഇന്ത്യയുടെ അതിരുകൾ. ഹിമാലയ പർവ്വതനിരകൾ കൊണ്ട് ഏഷ്യയുടെ പ്രധാന ഭൂഭാഗത്തിൽ നിന്ന് ഇന്ത്യൻ ഉപദ്വീപിനെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിന്റെ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. ഇനി നമ്മുടെ അതിർത്തി രാജ്യങ്ങളാണ് പറയുന്നത്. വടക്ക് പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും. നേരെ വടക്കാണെങ്കിൽ ചൈന, ഭൂട്ടാൻ, നേപ്പാൾ. കിഴക്കേ അറ്റത്ത് മ്യാൻമർ. പശ്ചിമ ബംഗാളിന് കിഴക്കായിട്ട് ബംഗ്ലാദേശ്. ഇവയാണ് അയൽ രാജ്യങ്ങൾ. അപ്പോൾ അയൽ രാജ്യങ്ങൾ വടക്ക് ചൈന, ഭൂട്ടാൻ, നേപ്പാൾ. കിഴക്കേ അറ്റത്ത് മ്യാൻമർ. പശ്ചിമ ബംഗാളിനും കിഴക്കായിട്ട് ബംഗ്ലാദേശ്. വടക്ക് പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും. പാക് കടലിടുക്കും മാന്നാർ ഉൾക്കടലും ചേർന്ന് രൂപപ്പെട്ട കടൽ മാർഗത്തിലൂടെ ശ്രീലങ്ക ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. പക്ഷേ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. പക്ഷെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ചൈനയാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഇനിയും ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്നുണ്ട്. ആ രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ചൈനയാണ്, ഏറ്റവും ചെറുത് ഭൂട്ടാനാണ്. പക്ഷേ കര അതിർത്തിയുടെ ദൂരം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശും കുറവ് അഫ്ഗാനിസ്ഥാനും. ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് രാജസ്ഥാൻ, ഏറ്റവും ചെറുത് സിക്കിം. അപ്പോ രാജ്യാന്തര അതിർത്തി അളന്നാല് നീളം കൂടുതലുള്ളത് പശ്ചിമ ബംഗാളിനാണ്. പക്ഷേ
മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളെ വെച്ച് നോക്കിയാൽ ഏറ്റവും വലുത് രാജസ്ഥാൻ, ഏറ്റവും ചെറുത് സിക്കിം. കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ബംഗ്ലാദേശും നേപ്പാളും 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനാകട്ടെ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ശ്രീലങ്കയും മാലിദ്വീപും ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്നു, കര അതിർത്തിയില്ല. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. മുമ്പേ നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ലഡാക്കാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഉത്തർപ്രദേശ്. സിക്കിമും മേഘാലയയും ഒരേ ഒരു സംസ്ഥാനവുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്നു. സിക്കിം പശ്ചിമ ബംഗാളുമായിട്ടും മേഘാലയ അസാമുമായിട്ടും അതിർത്തി പങ്കിടുന്നു. ഇത് ഇന്ത്യക്കുള്ളിലെ അതിർത്തിയാണ്. ഇനി ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഏറ്റവും കൂടുതൽ പങ്കിടുന്നത് ബംഗ്ലാദേശ്, പിന്നെ ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഭൂപ്രകൃതി. അപ്പൊ നമ്മള് ഇന്ത്യയുടെ അതിർത്തി പറഞ്ഞു, അതിര് പറഞ്ഞു, സംസ്ഥാനത്തിനകത്തെ അതിർത്തികൾ പറഞ്ഞു. ഇനിയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഭൗമ ഉപരിതല സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 4 പ്രകൃതി വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, പിന്നെ തീരപ്രദേശം. ഇതാണ് 4 പ്രകൃതി വിഭാഗങ്ങൾ. അവയെക്കുറിച്ച് പഠിക്കുന്നതാണ് ശരിക്കു പറഞ്ഞാൽ ഭൂമിശാസ്ത്രം, ഇന്ത്യയുടെ ഭൂമി അല്ലെങ്കിൽ ഭൗമശാസ്ത്രം. ആദ്യമായിട്ട് ഉത്തരപർവ്വത മേഖല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും അവിടുത്തെ ജനജീവിതത്തെയും വളരെയധികം സ്വാധീനിക്കുന്ന ഭൂവിഭാഗമാണ് ഉത്തര പർവ്വത മേഖല. ഉയരമേറിയ മഞ്ഞുമൂടിയ പർവ്വതനിരകൾ, മനോഹരമായ താഴ്വരകൾ, നദികൾ, ഇവയെല്ലാം സഞ്ചാരികളുടെ പറുദീസയാക്കി ഉത്തര പർവ്വത മേഖലയെ മാറ്റും. കാശ്മീരിന്റെ വടക്കു പടിഞ്ഞാറ് തുടങ്ങി രാജ്യത്തിന്റെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ സ്ഥിതി ചെയ്യുന്നതാണ് ഉത്തരപർവ്വത മേഖല. ഇവിടെ കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഹിമാലയം, ഈ പർവ്വതനിരകളും കിഴക്കൻ മലനിരകളും ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് ഉത്തരപർവ്വത മേഖല. കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഹിമാലയം, ഇത് കൂടാതെ കിഴക്കൻ മലനിരകളും. ഉത്തരപർവ്വത മേഖലയെ അവിടെ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകൾ, ട്രാൻസ് ഹിമാലയൻ നിരകൾ, പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കും. ആദ്യത്തേതാണ് ഹിമാലയൻ നിരകൾ. ഹിമാലയൻ നിരകളെ 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. സമാന്തരങ്ങളായ 3 മടക്ക് പർവ്വതങ്ങൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇവ ചേർന്ന് ഏകദേശം 2500 കിലോമീറ്റർ നീളത്തിൽ രാജ്യത്തിന്റെ വടക്ക് കിഴക്ക് ദിശയിൽ കമാനാകൃതിയിൽ കാണപ്പെടുന്നു. അതാണ് ഹിമാലയൻ മലനിരകൾ. 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ലോകത്തിലെ തന്നെ ഉയരമേറിയ കൊടുമുടികൾ ഇവിടെയാണ് കാണപ്പെടുന്നത്. ഈ മേഖലയ്ക്ക് കാശ്മീരിന്റെ ഭാഗത്ത് 400 കിലോമീറ്റർ വീതിയും അങ്ങനെ കിഴക്കോട്ട് ചെന്ന്
അരുണാചലാകുമ്പോഴേക്കും 150 കിലോമീറ്റർ വീതിയുമാണ്. ഇനി ഓരോന്ന് പഠിക്കണം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി എന്ന് പറയുമ്പോൾ ഏറ്റവും വടക്കേ അറ്റം, സമാന്തരമായിട്ടാണ് മൂന്നും. അതിൽ ഇപ്പൊ സമാന്തരമായിട്ട് 3 രേഖകൾ വരുന്നതിൽ ഏറ്റവും വടക്കേ അറ്റത്ത് കാണുന്നതാണ് ഹിമാദ്രി. ഇത് തന്നെയാണ് ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. ഹിമാദ്രിയാണ് ഹിമാലയൻ നിരകളിൽ ഏറ്റവും ഉയരമേറിയത്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ശരാശരി 6000 മീറ്ററിന് മുകളിൽ ഉയരമുള്ളത് കൊണ്ട് തന്നെ എല്ലായ്പ്പോഴും മഞ്ഞു മൂടിക്കിടക്കും. വർഷം മുഴുവനും കഠിന തണുപ്പായതുകൊണ്ട് ജനവാസയോഗ്യമല്ല. 8586 മീറ്റർ ഉയരമുള്ള കാഞ്ചൻജംഗ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, 8126 മീറ്റർ ഉയരമുള്ള നങ്ക പർവ്വതം. ഇത് രണ്ടും ഈ നിരകളിലെ പ്രധാന കൊടുമുടികളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് എവറസ്റ്റും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഹിമാചൽ. ഹിമാദ്രിക്ക് തെക്ക്, സിവാലിക്കിന് വടക്ക്. അതായത് ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ ഹിമാചൽ. ഹിമാദ്രിയേക്കാൾ ഉയരക്കുറവാണ്. 5000 മീറ്റർ ഉയരമുള്ള പർവ്വതങ്ങളുണ്ട്. ശരാശരി ഉയരം 3000 മീറ്റർ. ഇവിടെയാണ് കശ്മീർ, കുളു, കാംഗ്ര തുടങ്ങിയ താഴ്വരകൾ. സുഖവാസ കേന്ദ്രങ്ങളായ നൈനിറ്റാൾ, മസൂറി, ഡാർജിലിംഗ്, ഷിംല, അൽമോറ, ഹിമാചൽ പ്രദേശിലെ റോഹ്ടാങ് ചുരം ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരമാണ്. ഇനിയും 3 തിരകളിലും ഏറ്റവും തെക്കേ അറ്റത്തുള്ളതും ഏറ്റവും പൊക്കം കുറഞ്ഞതുമാണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന സിവാലിക്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഉയരക്കുറവാണ്. ശരാശരി 1220 മീറ്റർ. ഇവിടെ മിക്ക പ്രദേശങ്ങളിലും നെല്ല്, ഉരുളക്കിഴങ്ങ്, ചോളം തുടങ്ങിയവ കൃഷി ചെയ്യും. മറ്റ് 2 നിരകളിൽ നിന്നും വ്യത്യസ്തമായി ചെളിയും മൃദുവായ പാറയും കൊണ്ട് നിറഞ്ഞതാണ് ഈ പ്രദേശം. ഇവിടെ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും സർവ്വസാധാരണമാണ്. ഈ പർവ്വതനിരയ്ക്ക് ലംബമായി നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളുണ്ട്. അവയെ അറിയപ്പെടുന്ന പേരാണ് ഡൂണുകൾ. ഇനി ഹിമാലയത്തിന്റെ പ്രാധാന്യം. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു കോട്ട പോലെ വർത്തിക്കുന്നതാണ് ഹിമാലയം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ മധ്യ ഏഷ്യയിലേക്ക് കടത്തിവിടാതെ തടയുന്നു. ഇന്ത്യൻ ഭൂഖണ്ഡത്തെ മുഴുവൻ മൺസൂണിന്റെ സ്വാധീന വലയത്തിലാക്കുന്നത് ഹിമാലയമാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശുന്ന തണുത്ത കാറ്റിനെ ഇന്ത്യക്കകത്ത് കടക്കാതെ തടയുന്നതും ഹിമാലയ പർവ്വതമാണ്. ഗംഗ, യമുന തുടങ്ങിയ ഉത്തരേന്ത്യൻ നദികൾ അവയ്ക്ക് അമൂല്യമായ ജലം എത്തിക്കുന്നതും ഹിമാലയത്തിൽ നിന്നാണ്. ഹിമാലയത്തിലെ ജന്തു സസ്യജാലങ്ങൾ ഇന്ത്യയുടെ പരിസ്ഥിതിയെ വൈവിധ്യപൂർണമാക്കുന്നു. ഇനിയും ഇവിടെ നിന്ന് പ്രധാനമായിട്ട് വരാൻ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന നമ്മുടെ സംസ്ഥാനങ്ങൾ. പാകിസ്ഥാനുമായി രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, ജമ്മു, ലഡാക്ക്. നേപ്പാളുമായി ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം. ചൈനയുമായി ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ലഡാക്ക്. അഫ്ഗാനിസ്ഥാനുമായി ലഡാക്ക് മാത്രം. മ്യാൻമറുമായി അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്,
മണിപ്പൂർ, മിസോറാം. ബംഗ്ലാദേശുമായി പശ്ചിമ ബംഗാൾ, മേഘാലയ, അസം, ത്രിപുര, മിസോറാം. ഭൂട്ടാനുമായി സിക്കിം, പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്. ഇവിടെ പ്രത്യേകതയുള്ള ഒരു കാര്യം കൂടി അടങ്ങിയിരിപ്പുണ്ട്. ചേരുംപടി ചേർക്കാൻ ചോദിക്കാം. ശരിയായ ജോഡി തെറ്റായ ജോഡിക്ക് ചോദിക്കാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന അതിർത്തി മക്മോഹൻ രേഖ, ഇന്ത്യ ശ്രീലങ്ക അതിർത്തി പാക് കടലിടുക്ക് അല്ലെങ്കിൽ മാന്നാർ ഉൾക്കടൽ അല്ലെങ്കിൽ ആഡംസ് ബ്രിഡ്ജ്, ഇന്ത്യ മ്യാൻമാർ അതിർത്തി പട്കായി മലനിരകൾ. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കൂടെ തമ്മിലുള്ള അതിർത്തിയാണ് ഡ്യൂറന്റ് രേഖ. അപ്പോ നമ്മളിപ്പോ പഠിച്ചത് ഉത്തരപർവ്വത മേഖല, അതിലെ ഹിമാലയത്തിന്റെ വിഭജനം. നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കി സിഡ്നി ബുറാഡ് ഹിമാലയത്തെ 4ആയി തിരിച്ചിട്ടുണ്ട്. പഞ്ചാബ് ഹിമാലയം, അതായത് സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഭാഗം, അതാണ് പഞ്ചാബ് ഹിമാലയം. ഏകദേശം 560 കിലോമീറ്റർ നീളം. അടുത്തത് കുമയൂൺ ഹിമാലയം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗമാണ് കുമയൂൺ ഹിമാലയം. ഏകദേശം 320 കിലോമീറ്റർ നീളം. അടുത്തത് നേപ്പാൾ ഹിമാലയം. കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലുള്ളത് നേപ്പാൾ ഹിമാലയം. ഏകദേശം 800 കിലോമീറ്റർ നീളം. ലാസ്റ്റ് അസം ഹിമാലയം. ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ളതാണ് അസം ഹിമാലയം. ഏകദേശം 720 കിലോമീറ്റർ നീളം. അപ്പൊ തിരിച്ചിരിക്കുന്നത് 4ആയിട്ടാണ്. ആ പേരുകൾ ഓർക്കുക: പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം. ട്രാൻസ് ഹിമാലയൻ മലനിരകൾ. ജമ്മു കാശ്മീരിന്റെ വടക്കും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിലാണ് കാറക്കോറം, ലഡാക്ക്, സസ്കർ. കാറക്കോറം പർവ്വതനിരകളിലെ മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിനാസ്റ്റിൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി 8611 മീറ്റർ. ശരാശരി 3000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരകളിൽ നിരവധി ഹിമാനികളും ഗിരികന്ധരങ്ങളും ചുരങ്ങളും ഒക്കെ കാണപ്പെടുന്നു. അടുത്തത് പൂർവാചൽ, കിഴക്കൻ മലനിരകൾ. ഹിമാലയം കഴിഞ്ഞ പിന്നുള്ളതാണ് പൂർവാചൽ. സമുദ്രനിരപ്പിൽ നിന്ന് 500 മീറ്റർ മുതൽ 3000 മീറ്റർ വരെ ഉയരമുണ്ട്. മേഘാലയയിലെ കാസി, ഗാരോ, ജയന്തിയ, മിസോറാമിലെ മീസോ കുന്ന്, നാഗാലാൻഡിലെ നാഗാ കുന്ന്, പട്കായി മലനിരകൾ, ഇവയെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് കിഴക്കൻ മലനിരകൾ. ചോദിക്കാറുണ്ട് ഖാസി, ഗാരോ, ജയന്തിയ. പിന്നെ മിസോറാമിലെ മീസോ കുന്ന്, നാഗാ കുന്ന്, പട്കായി മലനിരകൾ. നിബിഡ വനങ്ങൾ നിറഞ്ഞ പ്രദേശമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ്. പൂർവാചലിന്റെ ഒരു ശാഖ പടിഞ്ഞാറോട്ട് നീണ്ട് മേഘാലയത്തിൽ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. പൂർവാചലിന്റെ തുടർച്ചയായി തെക്കോട്ട് പോകുന്ന മലനിരകൾ മ്യാൻമാർ, മലയ ഉപദ്വീപ് എന്നിവയുടെ തീരങ്ങളിലൂടെ പല പേരുകളിൽ നീണ്ടു കിടക്കുന്നു. ഇന്ത്യൻ ഭൂമിശാസ്ത്ര ഭാഗത്ത് ഒഴിവാക്കപ്പെടാത്ത ഒരു വിഭാഗമാണ് ഉത്തര മഹാസമതലം. സ്ഥിരമായിട്ട് ചോദ്യങ്ങളുണ്ടാവും. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും
അവയുടെ പോഷക നദികളും ഹിമാലയത്തിൽ നിന്ന് വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടായ സമതലമാണ് ഉത്തര മഹാസമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോ ഈ ഉത്തര മഹാസമതലം ഹിമാലയത്തിൽ നിന്നുള്ള അവസാദങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. വളരെ ഫലഭൂയിഷ്ടമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം. താഴെ തന്നിരിക്കുന്നതിൽ ഉത്തര മഹാസമതലത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന നിങ്ങളുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാകും. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭക്ഷ്യധാന്യങ്ങളും കരിമ്പും ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തര മഹാസമതലത്തിലാണ്. അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്ക് വേണ്ടി സ്പീഡ് കുറച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് 1.5-ലോ 2x സ്പീഡിലോ ഇട്ട് പെട്ടെന്ന് കേൾക്കാം. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് ഉത്തര മഹാസമതലം. 200-300 മീറ്റർ അതിലധിക ഉയരമില്ലാതെ മെല്ലെ ചരിഞ്ഞു കിടക്കുന്ന സമതല പ്രദേശമാണ്. നിക്ഷേപണ പ്രക്രിയയ്ക്ക് സഹായമായ നദികളെ അടിസ്ഥാനമാക്കി ഉത്തര മഹാസമതലത്തെ സിന്ധുവും പോഷക നദികളും അടങ്ങിയ പഞ്ചാബ് ഹരിയാന സമതലം, ലൂണി സരസ്വതി നദികൾ അടങ്ങിയ രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ, ഗംഗയും പോഷക നദികളും ഉൾക്കൊള്ളുന്ന ഗംഗാ സമതലം, ബ്രഹ്മപുത്രയും പോഷക നദികളും ഉൾക്കൊള്ളുന്ന ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. നമ്മൾ ഹിമാലയത്തെ കുമയൂൺ, നേപ്പാൾ അങ്ങനെ വിഭജിച്ച പോലെ നദിയുടെ അടിസ്ഥാനത്തിൽ, അവിടെയും നദിയുടെ അടിസ്ഥാനത്തിലാണ് ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിൽ. അങ്ങനെ ഇവിടെ സിന്ധുവും പോഷക നദികളുമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ലൂണി സരസ്വതി നദികളാണ് മരുസ്ഥലി ബാഗർ. ഗംഗ പോഷക നദികൾ ഗംഗാ സമതലം, ബ്രഹ്മപുത്ര പോഷക നദികൾ ബ്രഹ്മപുത്ര സമതലം. അപ്പോ ഉത്തര മഹാസമതലത്തെ കുറിച്ചുള്ള മെയിൻ പോയിന്റ്സ് കഴിഞ്ഞു. അടുത്തതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഗം അതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഗോണ്ട്വാനാലാൻഡ് എന്ന വൻകരയിൽ നിന്ന് അടർന്നു മാറിയതാണ് എന്ന് കരുതപ്പെടുന്നു ഉപദ്വീപീയ പീഠഭൂമി. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ഭൂവിഭാഗം. ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അതാണ് വിസ്തീർണം. പർവ്വതം, പീഠഭൂമി, താഴ്വരകൾ, അങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി. പീഠഭൂമികൾക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 400-നും 900-നും ഇടയിൽ ഉയരമുണ്ടാകും. ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി, 2695 മീറ്റർ. ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഉറപ്പേറിയതും പഴക്കമുള്ള ശിലകളും നദികളാലും വേർതിരിക്കപ്പെട്ട കുന്നുകളാലും സമൃദ്ധമാണ്. വടക്കോട്ടൊഴുകുന്ന നദികളുടെ നിക്ഷേപ ഫലമായിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഇവിടെയുള്ളത്, ചുരങ്ങൾ. ചുരങ്ങൾ, അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ പ്രാധാന്യം, ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. കൂടുതലും ചോദിച്ചിട്ടുള്ളത് ചേരുംപടി ചേർക്കാനാണ്. ബോഡില ചുരം, നാഥുല ചുരം, ലിപുലേഖ് ചുരം, അതുപോലെ ഷിപ്കില ചുരം, ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബനിഹാൽ ചുരം, ജമ്മു കാശ്മീർ, ശ്രീനഗർ, അതാണ് ബനിഹാൽ ചുരം. ബാരാലാച്ചാല ചുരം, ഹിമാചൽ പ്രദേശ്, ലഡാക്ക്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. ബോഡിലാബ് ചുരം അരുണാചൽ പ്രദേശിനെയാണ് ബന്ധിപ്പിക്കുന്നത്. ബോഡുല ചുരം തവാങ്,
ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സൈനിക ചുരമാണ് ബോഡില ചുരം. ചാങ്ലാങ് ചുരം ലേ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ലേയെ പാങ്കോങ് തടാകവുമായി ബന്ധിപ്പിക്കുന്നു. കാണപ്പെടുന്നത് ലഡാക്കില്. ദിഹാങ് ചുരം ഇന്ത്യയെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്നു. ദിഫു ചുരം ഇന്ത്യ, മ്യാൻമാർ, ചൈന എന്നീ രാജ്യങ്ങൾ സംഗമിക്കുന്ന സ്ഥലത്ത് അരുണാചൽ പ്രദേശിലുള്ളതാണ് ദിഫു ചുരം. ജലോറി ചുരം കുളു ഷിംല ബന്ധിപ്പിക്കുന്ന ചുരം. ജൽപല ചുരം സിക്കിം, ഇൻഡോ ടിബറ്റ്, സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് ജൽപല ചുരം. ഖർദുങ്ല ചുരം ലോകത്തിലെ ഏറ്റവും ഉയർന്ന മോട്ടോർ വാഹന പാതകളിലൊന്നാണ് ഖർദുങ്ല ചുരം. ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്തരാഖണ്ഡ്, ടിബറ്റ്, ലിപുലേഖ് ചുരം. സിക്കിം, ചൈന, നാഥുല ചുരം ഇന്ത്യയും ചൈനയും തമ്മിലുള്ളതാണ് നാഥുല ചുരം. ഇവിടെ പറഞ്ഞു ഇന്ത്യയെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്നത് ദിഹാങ് ചുരം. കുളുവിനെ സപ്തിയുമായി ബന്ധിപ്പിക്കുന്നതാണ് മറോഹ്താങ് ചുരം. ജമ്മു കാശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത് സോജില ചുരം. ചോദിച്ചിട്ടുള്ളത് സോജില ജമ്മു കാശ്മീർ, ലഡാക്ക്, നാഥുല സിക്കിം, ചൈന, ലിപുലേഖ് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഇതൊക്കെയാണ് സ്ഥിരമായി ചോദിച്ചിട്ടുള്ളത്. എങ്കിലും ഓരോ പോയിന്റ് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക. അടുത്തതാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നതാണ് ഡെക്കാൻ ട്രാപ്പ്. ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്കടിയിലെ വിള്ളലിലൂടെ ലാവ ഉണ്ടാവുകയും അത് തണുത്തുറഞ്ഞ് ഈ മേഖല രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ പ്രക്രിയ ഒരുപാട് തവണ ആവർത്തിച്ചതുകൊണ്ട് തന്നെ ഡെക്കാൻ ട്രാപ്പ് പല പാളികളായിട്ട് കാണപ്പെടുന്നു. ഡെക്കാൻ എന്നത് ദക്ഷിണം എന്ന വാക്കിൽ നിന്നും ട്രാപ്പ് എന്നത് പടവുകൾ എന്നർത്ഥം വരുന്ന സ്വീഡിഷ് വാക്കിൽ നിന്നുമാണ് ഉണ്ടായത്. ലാവ തണുത്തുറഞ്ഞിട്ട് പടി പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും മഹാരാഷ്ട്രയിൽ വ്യാപിച്ചു കിടക്കുന്നു. മഹാരാഷ്ട്ര കൂടാതെ ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ. അപ്പൊ ചോദിക്കുമ്പോൾ ഡെക്കാൻ ട്രാപ്പ് ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്. ഡെക്കാൻ ട്രാപ്പിൽ ആഗ്നേയശിലയായ ബസാൾട്ട് ശിലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവിടെ കറുത്ത മണ്ണ് രൂപം കൊണ്ടതുകൊണ്ട് എല്ലാം ഈ ബസാൾട്ട് ശിലയിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമികളിൽ ഒന്നാണ് ഡെക്കാൻ പീഠഭൂമി. അടുത്ത ഭൂപ്രദേശമാണ് തീരപ്രദേശവും ദ്വീപുകളും. ഇന്ത്യൻ ഉപദ്വീപിന് ഇരുവശത്തുമായി പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിലായിട്ടാണ് തീരദേശ സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടത്തില് പടിഞ്ഞാറൻ തീരസമതലവും പൂർവഘട്ടത്തില് കിഴക്കൻ തീരസമതലവും. സ്ഥിരമായി ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ള ഭൂവിഭാഗമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇതിനെ 4ആയി തിരിക്കാം. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, കനറ തീരം, മലബാർ തീരം. ഗുജറാത്തിന്റെ തീരപ്രദേശം ഗുജറാത്ത് തീരം, മഹാരാഷ്ട്ര മുതൽ കർണാടക വരെ കൊങ്കൺ തീരം, കർണാടകയുടെ തീരപ്രദേശം കനറ തീരം, കേരളത്തിന്റെ തീരപ്രദേശം മലബാർ തീരം. അങ്ങനെ 4 എണ്ണമാണ് പശ്ചിമ തീരസമതലം, പടിഞ്ഞാറൻ സമതലം. ഇതേ രീതിയിൽ ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനുമിടയിലുള്ള വീതിയേറിയ സമതലം, പശ്ചിമ തീരസമതലം ഇടുങ്ങിയതാണ്. പൂർവ്വസമതലം അല്ലെങ്കിൽ കിഴക്കൻ സമതലം വീതിയേറിയതാണ്. പശ്ചിമ സമതലം 4ആയിട്ടും പൂർവ്വസമതലം 2ആയിട്ടും തിരിച്ചിട്ടുണ്ട്. വടക്കൻ സിർക്കാർ, കൊറാമാൻഡൽ തീരം. വടക്കൻ സിർക്കാർ എന്ന് പറയുന്നത് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കൊറമാൻഡൽ തീരം തമിഴ്നാട് ഭാഗം. അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ
ഇന്ത്യക്ക് 2 പ്രധാന ദ്വീപ സമൂഹങ്ങളുണ്ട്, ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും. അടുത്തത് നദികൾ. നദികൾ നമ്മുടെ ഫൈനൽ പോർഷനാണ്. അപ്പോൾ ഉത്തര മഹാസമതലം, ഉത്തര പർവ്വത മേഖല, ഉപദ്വീപീയൻ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി, അതുപോലെ പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം ഒക്കെ പഠിച്ചു. ഫൈനൽ പോർഷൻ നദികൾ. നദികളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ. ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് ഹിമാലയൻ നദികൾ. ഉദാഹരണം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഏഷ്യയിലെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് സിന്ധു നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലുമൊക്കെ ഈ നദിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം സിന്ധു നദീതട സംസ്കാരം. ടിബറ്റിലെ കൈലാസ പർവ്വത നിരയിലുള്ള മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ സിന്ധു നദിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. ഉത്ഭവസ്ഥാനം മാനസ സരോവർ തടാകം. ടിബറ്റിൽ നിന്ന് ടിബറ്റിൽ ആരംഭിച്ച് ലഡാക്കിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കും. ഒടുവിൽ കറാച്ചിക്ക് സമീപം അറബിക്കടലിൽ പതിക്കും. അപ്പോൾ ഉത്ഭവം, പതനം, വരുന്ന വഴി. നീളം 3180 കിലോമീറ്റർ. സിന്ധു നദിക്ക് പ്രധാനമായി 5 പോഷക നദികളുണ്ട്. ഇവയെല്ലാം ചേർന്നാണ് പഞ്ചാബ് 5 നദികളുടെ നാട്. ചലം, ചെനാബ്, രവി, ബിയാസ്, സട്ലജ്. അങ്ങനെ തന്നെ പഠിക്കുക. ചലം, ചെനാബ്, രവി, ബിയാസ്, സട്ലജ്. ഇങ്ങനെ 5 പോഷക നദികൾ. ലോകത്തിലെ ഏറ്റവും പഴയ സംസ്കാരങ്ങളിൽ ഒന്നായ സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഈ നദിയുടെ തീരത്താണ് വികാസം പ്രാപിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1960 ഒപ്പിട്ട കരാറാണ് സിന്ധു നദീജല കരാർ. മധ്യസ്ഥത ലോകബാങ്ക് ആയിരുന്നു. കിഴക്കൻ നദികളായ രവി, ബിയാസ്, സട്ലജ് ഇവയുടെ നിയന്ത്രണം ഇന്ത്യക്ക്. പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ്, ജലം ഇവയുടെ നിയന്ത്രണം പാകിസ്ഥാന്. ഇതാണ് സിന്ധു നദീജല കരാർ. ഭാരതീയ സംസ്കാരത്തിന്റെ ഭൂകൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നദി ഗംഗ, സിന്ധു കഴിഞ്ഞുള്ള ഹിമാലയൻ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഭാരതീയർ പവിത്ര നദിയായി കണക്കാക്കപ്പെടുന്നു. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ ഹിമാലയ പർവ്വതത്തിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഉത്ഭവസ്ഥാനത്ത് ഇതിനെ ഭാഗീരഥി എന്നറിയപ്പെടുന്നു. ഭാഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുമ്പോഴാണ് നദിക്ക് ഗംഗ എന്ന പേര് വരുന്നത്. ദേവപ്രയാഗിൽ വെച്ച്. നീളം ഏകദേശം 2525 കിലോമീറ്റർ. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ ഈ 4 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഒടുവിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പതനസ്ഥാനം നോക്കിക്കോണം. ബംഗ്ലാദേശിൽ ഗംഗയെ അറിയപ്പെടുന്ന പേരാണ് പദ്മ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. രാംഗംഗ, ഗോമതി, ഗാഖ്ര, ഗണ്ഡക്, കോസി, സോൺ ഇവയൊക്കെ ഗംഗയുടെ പോഷക നദികളാണ്. 2008 നവംബർ 4 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. അടുത്ത ആളാണ് ബ്രഹ്മപുത്ര. ടിബറ്റിലെ നമ്മൾ മുമ്പേ പറഞ്ഞു സിന്ധു നദി ഉത്ഭവിക്കുന്ന മാനസ സരോവർ തടാകം. അതിനടുത്തുള്ള ചെമയങ്തങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. തുടക്കത്തിൽ ടിബറ്റിൽ ഇതിനെ സാങ്പോ എന്നറിയപ്പെടുന്നു. അരുണാചൽ പ്രദേശിലെ നാംച ബർവ പർവ്വതത്തിന് സമീപം ഒരു വലിയ യൂട്ടേൺ എടുത്താണ് ഈ ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ആ അരുണാചലിൽ ഇതിനെ ദിഹാങ് എന്ന് വിളിക്കുന്നു. അപ്പൊ ടിബറ്റിൽ സാങ്പോ, അരുണാചലിൽ ദിഹാങ്. തുടർന്ന് അസമിലെ സമതലത്തിലെത്തുമ്പോഴേക്കാണ്
ബ്രഹ്മപുത്ര എന്ന പേര് ലഭിക്കുന്നത്. പിന്നീട് അത് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുമ്പോൾ ജമുന ആയി മാറുന്നു. യമുനയല്ല, ജമുന. ഒടുവിൽ ഗംഗയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ തന്നെ പതിക്കുന്നു. അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ സിന്ധു നദി. സുബൻസിരി, ടമങ്, മാനസ്, സാങ്കോഷ്, ടീസ്റ്റ, ദിബാങ്, ധൻസിരി തുടങ്ങിയവ പോഷക നദികളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീതന്യ ദ്വീപ് മാജുലി ദ്വീപ് അസാമിലെ ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ലാസ്റ്റ് പോർഷൻ ഉപദ്വീപീയ നദികൾ. ഇന്ത്യയുടെ തെക്കൻ ഭാഗത്തുള്ള പർവ്വതനിരകളിൽ നിന്നും പീഠഭൂമികളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് ഉപദ്വീപീയ നദികൾ. ഹിമാലയൻ നദികളെ അപേക്ഷിച്ച് ഇവ പ്രായം കൂടിയ നദികളാണ്. ഇവയെ കിഴക്കോട്ടൊഴുകുന്നവ, പടിഞ്ഞാറോട്ടൊഴുകുന്നവ, അങ്ങനെ രണ്ടായി തിരിക്കും. കിഴക്കോട്ടൊഴുകുന്നവ ബംഗാൾ ഉൾക്കടലിലും പടിഞ്ഞാറോട്ടൊഴുകുന്നവ അറബിക്കടലിലും പതിക്കും. കിഴക്കോട്ടൊഴുകുന്നവ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കും, ബംഗാൾ ഉൾക്കടലിൽ പതിക്കും. ഈ നദികളാണ് ഡെൽറ്റകൾ രൂപപ്പെടുത്തുന്നത്. ഉദാഹരണം മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ടൊഴുകുന്നവർ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ചെന്ന് ഡെൽറ്റകൾക്ക് പകരം കായൽ രൂപപ്പെടുന്നു. താരതമ്യേന ചെറിയ നദികളായിരിക്കും. നർമ്മദ, താപ്തി, സബർമതി, ഭാരതപ്പുഴ, പെരിയാർ ഇവയെല്ലാം പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. നദികൾ അപരനാമങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അസമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര, ബീഹാറിന്റെ ദുഃഖം കോസി, ബംഗാളിന്റെ ദുഃഖം ദാമോദർ, ഒഡീഷയുടെ ദുഃഖം മഹാനദി, ചുവന്ന നദി ബ്രഹ്മപുത്ര, ഗോവയുടെ ജീവരേഖ മണ്ഡോവി, സിക്കിമിന്റെ ജീവരേഖ ടീസ്റ്റ, വൃദ്ധഗംഗ ഗോദാവരി. അപ്പോ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ടച്ച് ചെയ്ത ഒരു ക്ലാസ് ആയിരുന്നു. ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിന്റെ 10 മാർക്കും ലഭിക്കും. അപ്പോൾ വീഡിയോ പ്രയോജനപ്രദമാണ് എങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ സ്മാർട്ട് റിവിഷൻ പ്ലാനിൽ കേരള നവോത്ഥാനം. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.